പ്രിയമുള്ള പ്രിയമുള്ള അമ്മമാരെ, നിങ്ങൾ പുൽപ്പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത്. നമ്മളെ ചോദിച്ചു, പുൽപ്പള്ളി ഇടവകയൊക്കെ അറിയാവൊക്കെ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവരും വരുന്നത്. അവിടെ ചെറിയ കുട്ടികൾ വിഷയിലാണ് കുറച്ചുകൂടെ വലിയ പിള്ളേർ ദേശീയ വയ്യ, കുറച്ചുകൂടെ വലിയവർ മാതൃകയിൽ ചെറുപ്പക്കാരൻ്റെ കൈകാരണം ചെറുപ്പക്കാരൻ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്ത് ഇന്നത്തെ ഇടവകയിൽ നിന്നുള്ള സാധനങ്ങൾ കിട്ടി. കഴിഞ്ഞ ആഴ്ച അതിനൊക്കെ വരണം. അപ്പോൾ ഇതിലെ കാണാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. ഒരു ദിവസം ബിയാനി ഡേ. എന്താണ് ബിയാനി ഡേ എന്ന് പറഞ്ഞറിയാമോ? അച്ഛന്മാരുടെ ഒരു മധ്യസ്ഥനാണ് ജോൺ മെലിയിലെ. അച്ഛന്മാരെയൊക്കെ പരിചയമുണ്ടോ? അവിടെ താമസിക്കുന്ന അവരെയൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട്. അതിനുമുമ്പ് നിങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിച്ചത് സ്നേഹത്തോടുകൂടി ഞങ്ങൾക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ അമ്മമാരെയൊക്കെ നല്ല അമ്മമാർക്ക് പാട്ടുകാരൊക്കെ ഉണ്ട്, യുവജനങ്ങളും ഇല്ല. അതിലേക്ക് കുറേ പരിപാടി എടുക്കും. ഇവിടെ ആയിരിക്കും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതെല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യാം. നിങ്ങളുടെ സമയം സമയവും ഭക്ഷണം കഴിക്കുന്ന സമയത്തെയാണ്. ഈ സമയം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പച്ചന്മാരെ ഇവിടെ ഒരു 3-4 മാസമൊക്കെ അവർ ഇവിടുന്ന് മാറ്റിയിട്ട് ഗവൺമെൻറ് റൂൾ അനുസരിച്ച് അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ ഒരു സ്ഥാപനം പറ്റില്ല, 2 സ്ഥാപനമാക്കണം. അങ്ങനെ അപ്പോൾ ഇനി വേറെ സ്ഥാപനം അവർ പറയുന്ന അകലത്തിൽ പണിയണം. അപ്പോൾ ഇനി അങ്ങനെ വേണ്ട ഒരു ഇതുണ്ടാക്കാനായിട്ട് നമ്മുടെ രൂപത ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ സിസ്റ്റേഴ്സും ഇല്ല. അപ്പം അതുകൊണ്ട് അമ്മച്ചന്മാർ മാത്രമാക്കാനുള്ള ഇതാണ് നമ്മുടെ ഓർഡർ കിട്ടിയിട്ടില്ല. നമ്മൾ അപേക്ഷിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ രൂപതയിൽപ്പെട്ട 2 ഹൗസുകൾ ഞങ്ങൾക്കുണ്ട്. ചോക്കാട് നിലമ്പൂരടുത്ത് ഒരെണ്ണം ചോക്കാടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം വീണ്ടും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനടുത്ത്. അത് 2 മാനസികൾക്ക് വേണ്ടിയാണ്. ഒരെണ്ണത്തിൽ 45ഓളം കയറ്റിയിട്ടുള്ളൂ. ഒരെണ്ണത്തിൽ പഴയത് പുതിയതിൽ ഒരു 10-20 ഉണ്ടെന്ന്. പിന്നെ ഡെയിലി കയറിക്കൊണ്ടിരിക്കണം പറഞ്ഞോണ്ട്. നമസ്കാരം, ഞാൻ പുൽപ്പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത്. KCUവിൻ്റെ മീഡിയ കോർഡിനേറ്ററാണ് ഞാൻ. പ്രസിഡന്റും കുറച്ച് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും വന്നിട്ടില്ല. ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇതിനു മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. ഒരു 10ാം ക്ലാസ് +1 ടൈമിലാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഓർമ്മകളൊന്നും എനിക്കങ്ങനെ ഓർമ്മയില്ല. 4 വർഷം വന്നിട്ടുണ്ട്. പിന്നെ വേറെ 2-3 സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പഠിത്ത കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എൻ്റെ കൂടെ വന്നിട്ടുള്ള കൈക്കാരന്മാർ, ഞങ്ങളുടെ വികാരി അച്ഛൻ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എൻ്റെ കൂടെ വന്നിട്ടുള്ള എൻ്റെ മാതൃസംഘം അംഗങ്ങൾ, മിഷനിലെ KC വയ്യ, എല്ലാവർക്കും നന്ദി ആശംസ അർപ്പിക്കുന്നു. നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരാനിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ ഇവിടെ വരണമെന്ന് ഞങ്ങൾ പറയുകയും ആഗ്രഹിച്ച് അച്ഛനുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും കൂട്ടി ഇന്നിവിടെ വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇതിൽ നിന്ന് നേതൃത്വം കൊടുത്ത് ഇവരെ നോക്കുന്ന ബഹുമാനപ്പെട്ട അഗതികളുടെ സഹോദരികളായ സിസ്റ്റർമാരെ, ഇപ്പോൾ 3 പേരാണ് പറഞ്ഞ് ഇവിടെ സർവീസ് ചെയ്യുന്നത്. ഒരാളിൻ്റെ 2 പേര്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും അഗതികമായ നന്ദി. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ. കാരണം അശരണരായവരെ നോക്കിയെന്ന് പറയുന്നത് ലോകത്തിലാർക്കും വേണ്ടാത്തവരാണല്ലോ. നമ്മൾ പ്രായം ചെന്ന് നമുക്കാരുമില്ലാതെ, എൻ്റെ സാമ്പത്തികമില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുന്ന മക്കളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ മക്കളൊക്കെ എവിടെയോ ആയിരിക്കും. അവരെയൊക്കെ നമ്മൾ വളർത്തി
പോറ്റി പരിപാലിച്ച് ഒരു പ്രായമായി കഴിയുമ്പോൾ പിന്നെ പ്രായമായ അച്ഛനെ അമ്മയെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയാണല്ലോ ഇന്ന് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ എത്ര സാമ്പത്തികമുള്ള മക്കളാണെങ്കിലും എത്ര ഉന്നതമായ ജോലിയിൽ ഇരിക്കുന്ന മക്കളാണെങ്കിലും അവർക്ക് മാതാപിതാക്കൾ എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ ആ രക്ഷിതാക്കളെ അച്ഛനമ്മ വലിയ പ്രായമായ ഗ്രാൻഡ് പേരൻസിനെ പിന്തള്ളി കഴിയുമ്പോൾ വേറെ ആരും നോക്കാനില്ലാത്തൊരവസ്ഥയിൽ നമ്മളെപ്പോഴും പത്രത്തിലൊക്കെ കാണുന്നതാണ്. അവരെ സ്വീകരിക്കാൻ ഈ സന്മനസ്സോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സഹോദരിമാരായ സിസ്റ്റർമാരും നമ്മുടെ അച്ഛന്മാരും അതിന് വേണ്ടുന്ന സ്ഥാപനങ്ങളുമൊക്കെ നടത്തി അവരെ നോക്കാനായി അതിന് മാത്രമായിട്ട് ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥനയ്ക്കും ആ സേവനത്തിനുമായിട്ട് അവരവരുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ച് ഇങ്ങനെയുള്ളവരെ നോക്കുന്നതിൽ അവർക്ക് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ ടൗൺ ചർച്ചിൽ നിന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സംഘടനയെയും ഞങ്ങളുടെ പള്ളിയുടെയും ആ പള്ളിയിലൂടെ ഇടവക അംഗങ്ങളുടെയും ഞങ്ങളുടെ അച്ഛൻ്റെയും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. നന്ദി, നമസ്കാരം. കോരിയ കാറ്റിൻ നടുവിൽ കളിയാൻ ചാടിയ കാരേ അവളുടെ കരിമഷിയാലെ കവിതകളെഴുതിയ കാരേ നിലവുകളെഴുതിയ കാരേ അവളും വരമഞ്ഞളാടിയ രാവിൻ്റെ മാറി കരിവശിയാനെ കവിതകളെഴുതിയ നിലവുകളെഴുതിയ അവളെ നേരെ നോക്കി പാടും. കണ്ട് വരുന്ന അല്ലി വളർക്കാവ് കൂത്തല്ലാണ് അയ്യപ്പങ്കാവിൽ വിളക്കല്ല അങ്ങനെ കാവിയിലെ ഇങ്ങനെ നെറ്റിയോ നന്നല്ലോ മഞ്ഞാവും പൂവളപ്പൂത്തുന്നുണ്ട് നാടകൾ നന്നായി കൊടുന്നു സൗഗന്ധികമാണി അത് സൗവർണപരാണോ അതിൽ സൗരമാണെന്റെ സ്വപ്നം 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 നിന്നെ ഞാനെന്തു വിളിക്കും ആരും പാടാത്ത പാട്ടിൻ്റെ സൗന്ദര്യം നിന്നെ ഞാനെന്തു വിളിക്കും ആരും പാടാത്ത സൗന്ദര്യം നിന്നെ ഞാനെന്തു വിളിക്കും ചൂടാത്ത പൂവിൻ്റെ
അതിൽ സൗരഭമാണെൻ്റെ സ്വപ്നം 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 പഠിക്കോട്ടെ ഞാൻ പാടിയില്ല ഓക്കെ ആടാൻ പീരിത്തിരുമൊഴി കെട്ടി സ്വരത്തില് ആടിയില്ല ഞാനാടിയില്ല കൂട്ടിനിടങ്കിളി താമര പൈകിളി കൂട്ടായിരുന്നവൾ വേറെ നാട്ടിൽ നിന്ന് ഒരു കൂടീശ്വരൻ കൊണ്ടുടന്നു ഓക്കെ എല്ലാം പിടിയിലുമെൻകരളെ നിന്നെയല്ലോ നിനക്കു ഞാൻ കാത്തിരുന്നു എന്നു നീ കാട്ടിൽ നിനക്കായി ഞാനെത്ര കണ്ണിമ വെട്ടാതെ കാത്തു നിന്നു ഇന്നവയെല്ലാം മറക്കുകയോ എന്നെ കണ്ണീർ കയത്തിൽ മറിക്കുകയോ ഓമനി ചിത്രനാൾ ഞങ്ങളെ പോറ്റിയ താമര പൊയ്കകളെ ഓരോ നിമിഷവും കൂടി കളിച്ചോരനാരോമൽ വല്ലികൾ ആ മതി ആ മതി Can you feel my love?
ദിവ്യകാരുണ്യമേ ഈശോ, സ്വർഗസ്നേഹത്തിൻ നവ്യഭാവമേ ദിവ്യകാരുണ്യമേ ഈശോ, ദൈവസ്നേഹത്തിൻ ആർദ്ര
ദിവ്യകാരുണ്യമേ ഈശോ സ്വർഗസ്നേഹത്തിൻ നവ്യഭാവമേ ദിവ്യകാരുണ്യമേ ഈശോ